നമസ്കാരം, ഗ്രേസ് അക്കാഡമി പത്തനംതിട്ട ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് ആണ്. BEO എന്ന് പറയുന്ന എക്സാം ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് നമ്മൾ ലാബ് അസിസ്റ്റന്റ് കണ്ടായിരുന്നു, ഘനമൂലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിന് വളരെ ഇമ്പോർട്ടന്റ് അറിയിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? മാക്സിന് സ്പീഡ് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എന്താണ് സ്ക്വയറും സ്ക്വയർ റൂട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്യൂബ് റൂട്ട് എന്താണ് എല്ലാവരും പിന്തള്ളി കളയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്യൂബാണ്. അത് പഠിക്കാൻ പോകുന്നത് ക്യൂബിനെ പറ്റിയാണ്. ക്യൂബ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ നമ്പേഴ്സിൽ അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള ക്യൂബ് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. അപ്പോൾ 1ന്റെ ക്യൂബ് 1 ആണ്, 2ന്റെ ക്യൂബ് 8 ആണ്, 3ന്റെ ക്യൂബ് 27 ആണ്, 4ന്റെ ക്യൂബ് 64 ആണ്, 5ന്റെ ക്യൂബ് 125 ആണ്, 6ന്റെ ക്യൂബ് 216 ആണ്, 7ന്റെ ക്യൂബ് 343, 8ന്റെ ക്യൂബ് 512, 9ന്റെ ക്യൂബ് 729, 10ന്റെ ക്യൂബ് 1000. അപ്പൊ നമ്മൾ 1 തൊട്ട് 10 വരെ ബൈഹാർട്ട് ചെയ്യണം, അത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് 11 തൊട്ട് 9 വരെ നമ്മൾ എങ്ങനെ ക്യൂബ് എടുക്കാൻ പറ്റും? നമ്മൾ ഇത് ഏതെങ്കിലും കണക്ക് ചെയ്യുമ്പോൾ അവസാനം വന്നിരിക്കുന്ന ഒരു ക്രിയയിലാണ്, സിംപ്ലിഫിക്കേഷൻ ആണ്. അവിടെ ചിലപ്പോൾ അതാണ് ക്യൂബുകളൊക്കെ കയറി വരാം. അപ്പൊ നമ്മൾ എങ്ങനെ വളരെ പെട്ടെന്ന് 3 വട്ടം ഗുണിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അതിന് എളുപ്പവഴി പഠിച്ചിട്ട് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ 11 തൊട്ട് 9 വരെയുള്ള സംഖ്യയുടെ ക്യൂബുകളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് 3 തരംതിരിക്കണം. സ്റ്റാർട്ട്സ് വിത്ത് 1. The number starts with 1. നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തുടങ്ങുന്ന സംഖ്യ. അപ്പോൾ ആദ്യം വരുന്നതാണ് 11, പിന്നെ വരുന്നതാണ് 12, 13, 14, 19 വരെ. എല്ലാം നോക്കിക്കേ, 1, 16 വരെ. അപ്പൊ എല്ലാം നോക്കിക്കേ, ആദ്യം തുടങ്ങുന്നതിലാണ് 1-ലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് the number starts with 1. ഓക്കെ, ഇനി അടുത്താണ് നമ്മൾ നമ്പർ ends with 1. അവിടെ തുടങ്ങുന്നത് എന്തായിരിക്കും? 11-ലാണ്. നമ്പർ ends with 1 എന്താണ്? 1 അവസാനിക്കുന്നത്. 11, 21, 31, 41, 51, എവിടെ വരെ? 91 വരെ. അവസാനിക്കുന്നതിലാണ് 1-ലാണ്. അപ്പോൾ അങ്ങനെ തരംതിരിക്കുക. ഇനി ഓരോരോ സെയിം ഡിജിറ്റുകൾ. സെയിം ഡിജിറ്റിനകത്ത് ഒന്ന് വരും 11 വരും. കാരണം എന്താണ്? രണ്ട് സംഖ്യ ഡിജിറ്റുകൾ എന്താണ്? അക്കങ്ങൾ എപ്പോഴും സെയിം ആണ്. ഓക്കെ, 11, 22 നോക്കിയേ, സെയിം 33, 33, അങ്ങനെ എവിടെ വരെ? 99 വരെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 തരംതിരിക്കുക. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സംഖ്യ ഏതാണ് നമ്മൾ 3 തരംതിരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോന്നിനും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 1 എന്താണ്? 11. അപ്പൊ നമ്മൾ 11ന്റെ 3 വരുന്നുണ്ടായിരുന്നു. ഇവിടെ 11 വരുന്നുണ്ട്, ഇവിടെ 11 വരുന്നുണ്ട്, ഇവിടെ 11 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്യൂബ് നമ്മൾ പഠിക്കുക. 1, 3, 3, 1. അതൊന്ന് ബൈഹാർട്ട് ചെയ്യാം. എളുപ്പമാണ്. 1, 3. കാരണം 3 വരുന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. 1, 3, 3 ഒന്ന് പഠിക്കുക. പിന്നെ വരുന്ന സംഖ്യകൾ പഠിക്കുക. അപ്പൊ പിന്നെ വരുന്ന സംഖ്യയാണ് നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 1. ആദ്യം അടുത്ത വരുന്നതാണ് 12ന്റെ ക്യൂബ്. 12ന്റെ ക്യൂബ് എങ്ങനെയാണ്? 12ന്റെ ക്യൂബ് എങ്ങനെ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കിക്കോണം. 1 ഈ സംഖ്യക്ക് 4 എഴുതണം. 1 എഴുതുക, 2 എഴുതുക, 2ന്റെ സ്ക്വയർ എഴുതുക, 2ന്റെ സ്ക്വയർ. അടുത്തതാണ് 2ന്റെ ക്യൂബ് 8. ഇങ്ങനെ നമ്മൾ എഴുതണം. 1, 2, 2ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ്. അപ്പൊ 13 ആണ്. നമ്മൾ എങ്ങനെ പറയും? 1, 3, 3ന്റെ സ്ക്വയർ, 3ന്റെ ക്യൂബ് എത്രയാണ്? 3ന്റെ ക്യൂബ് എത്രയാണ്? 27 ആണ്. അപ്പോൾ ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനായിട്ട് ഒറ്റ സംഖ്യ എടുക്കാവൂ, മറ്റേ സംഖ്യ എന്ത് ചെയ്യണം? റിമൈൻഡർ ആയിട്ട് അപ്പുറത്തോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞത്? 12 ക്യൂബ്. അപ്പൊ 1, 2, 2ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ്. 13 ആണെങ്കിൽ 1, 3, 3ന്റെ സ്ക്വയർ, 3ന്റെ ക്യൂബ്. 14 ആണെങ്കിൽ 1, 4, 4ന്റെ സ്ക്വയർ, 4ന്റെ ക്യൂബ് എഴുതണം. എന്നിട്ട് അവസാനം നമ്മൾ ഒറ്റ സംഖ്യ എഴുതാൻ പാടുള്ളൂ, മറ്റേ സംഖ്യ എന്ത് ചെയ്യണം? ഇപ്പുറത്തോട്ട് റിമൈൻഡർ ആയിട്ട് പോകും. ഇതേപോലെ ഇവിടെ ഒറ്റ സംഖ്യ വേണ്ട പറഞ്ഞു ഇത്രയും കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് നടുക്കെടുത്ത സംഖ്യ ഡബിൾ എടുക്കണം. ഇവിടെ 4, ഇവിടെ എന്താണ്? 8. ഇവിടെ 2 ഡബിൾ എത്രയാണ്? 2 ഡബിൾ 2 നേരട്ടി 2 നേരട്ടി എത്ര? 4, 4 ഇവിടെ എത്ര? 8. നടുക്കത്തെ സംഖ്യയുടെ ഡബിൾ എടുക്കുക. എന്നിട്ട് ഇതാണ് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കി വേണം. 8 ഇത് നമ്മളിങ്ങനെ എഴുതുന്നേ ഉള്ളൂ, കുറച്ച് പറയാം. ഓക്കെ, 8, 4 ഇവിടെ കൂട്ടുമ്പോൾ അതാണ് 12. ഇവിടെ 12 എഴുതുക, ശിഷ്ടം 1 ഇവിടെ എഴുതുക. അപ്പോൾ 4 6, 1, 7, 1. അപ്പോൾ 12 ക്യൂബ് എത്രയായി? 1722. വളരെ സിമ്പിൾ ആണ്.
ഓക്കെ, അത് നമ്മൾ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞു നോക്കാം. ഇവിടുത്തെ നോക്കാം 13 ക്യൂബ് നമുക്ക് നോക്കിയിട്ട് അടുത്തേക്ക് പോകാം. 1 3 3ന്റെ സ്ക്വയർ 3ന്റെ ക്യൂബ് എഴുതുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതാൻ നേരത്ത് അവസാനം ഒറ്റ സംഖ്യ എഴുതാവും. മറ്റേ സംഖ്യ എന്ത് ചെയ്യണം? ഇവിടെ റിമൈൻഡർ ആക്കണം. പഴയതുപോലെ തന്നെ ഈ രണ്ട് സംഖ്യകൾ നമ്മൾ എടുക്കുക. അവിടെ രണ്ട് അഫക്ട് ചെയ്യുന്നില്ല, രണ്ടെണ്ണം നമ്മൾ കൂട്ടാൻ വേണ്ടി എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ 18 വരും, ഇവിടെ എത്ര വരും? 6 വരും. 7 ഇനി കൂട്ടി എഴുതുക. 7 18 2 20 9 29 ഒറ്റ സംഖ്യ എഴുതാം. മറ്റേ സംഖ്യ എന്ത് ചെയ്യണം? 29. നമുക്ക് 18 2 20 20 പ്ലസ് 9 എത്ര? 29. 29 നമ്പർ 9 എഴുതി 2 എഴുതി. 6 9 11 ശിഷ്ടം 1 എത്രയാണ്? 2197. ഇങ്ങനെയാണ് 11ന്റെ ക്യൂബ്. ഇത് എവിടെ വരെ ചെയ്യാം? നമുക്ക് 19 വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. 14 ചെയ്യണമെങ്കിൽ 1 4 4 സ്ക്വയർ 4 ക്യൂബ് എന്നിട്ട് ആ രീതിയിൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 11 തൊട്ട് 19 വരെയുള്ള സംഖ്യയുടെ ക്യൂബ് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും.